Hi friends, നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുൽഫി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കുൽഫി കേക്ക് ആയാലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ നമ്മളൊരു കുൽഫി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ് ആണത്. അപ്പോൾ ഈ കുൽഫി മിക്സ് കുൽഫി ആയിട്ട് വേണമെങ്കിലും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതല്ല ഇതേപോലെ തന്നെ കേക്കിൽ ചെയ്തിട്ട് കഴിക്കരുത്. നല്ല ഒരു ഡബിൾ ടേസ്റ്റ് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കുൽഫി കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നല്ല ഹൈറ്റുള്ള 8 ഇഞ്ചിൻ്റെ ഒരു കേക്കിന് എടുത്തിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ഒരു കേക്കിനായതുകൊണ്ടാണ് 8 ഇഞ്ചിൻ്റെ കേക്കിന് എടുത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്ര ഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 ഇഞ്ചിൻ്റെ കേക്കിന് എടുക്കണം. ഈ ഒരു അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1.5 കപ്പ് മൈദാമാവ് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. അപ്പം മൈദാമാവിൻ്റെ ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ ഈ 250 ml മെഷർമെൻറ്റ് കപ്പിലോട്ട് തന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി മൈദാമാവ് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ 1.5 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മൈദാമാവ് ആദ്യം അളന്നെടുത്തതിന് ശേഷം അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ 3 ടേബിൾ സ്പൂൺ മാവിന് പകരമായിട്ട് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ അളന്നെടുത്ത മാവ് ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് മാവും കൂടി അളന്നെടുക്കാം. ഈ 1/2 കപ്പ് മാവും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂണിൻ്റെ മെഷർമെൻറ്റ് സ്പൂണിലായിരുന്നു. എന്താ ഇപ്പോൾ 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നിടം വരെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം 1.25 കപ്പ് അളന്നെടുത്തതാണ്. ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് ഞാനൊരു 5 ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചത്. കാരണം കുൽഫി കേക്ക് ആയതുകൊണ്ട് തന്നെ ഏലക്കയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ലതാണ്. പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ ബീറ്റായി നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് റൈസ് ബ്രാൻഡ് ഓയിൽ ഇങ്ങനെ പതുക്കെയായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 ലിറ്റർ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അധികം സമയം ബീറ്റ് ചെയ്യാൻ വേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ ഈ പൊങ്ങിയിരിക്കുന്ന എഗ്ഗൊക്കെ ഇങ്ങ് താന്നു പോകും. അപ്പോൾ പതുക്കെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനും പതുക്കെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വീഡിയോയിൽ സ്പീഡ് ഇച്ചിരി കൂട്ടി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ഓയിലെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തത് 6 പ്രാവശ്യമായിട്ടാണ്. അത് മൊത്തം കൂടി വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് നല്ലതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തത് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രീഹീറ്റ് ആയിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി പാത്രം അടച്ച് നമുക്കൊരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേക്കിൻ്റെ. ഇനി ഇതൊന്ന് തുറന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. നല്ല കളറാണ് നമ്മുടെ കേക്കിന്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, ഒന്ന് ചൂടൊക്കെ മാറാനായിട്ട്. കേക്ക് ഇതാ നല്ല സോഫ്റ്റാണ്. കേക്കിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ട് കേക്കൊന്ന് ചൂട് മാറട്ടെ.
ഇതാ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഈ കേക്കിൻ്റെ ചൂടൊന്ന് മാറുന്ന സമയം കൊണ്ട് നമുക്ക് കുൽഫി മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പം ഒരു 1/2 കപ്പ് പാലിനകത്താണ് കേട്ടോ അതൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് പാല് വേറെ എടുക്കാം. ഈ 1/2 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റണം കേട്ടോ. വറ്റിയതിന് ശേഷമാണ് നമ്മൾ മറ്റേ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം, അതായത് 20 പിസ്താഷ്യോ, 20 കാഷ്നട്ട്, 20 ബദാം, ഇത്രയും 3ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3ഉം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അല്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് പൊടിഞ്ഞോ, നമുക്ക് ഇത്രയും പീസായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. പാല് കുറേ നേരമായിട്ട് തിളയ്ക്കുവാണ്. അപ്പോൾ തിളച്ചത് ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്റ്റർഡ് പൗഡറും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ പാലങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കട്ട പിടിക്കുന്ന പോലെ കിടക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം എന്തായാലും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും എടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ എത്രയാണോ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി എടുത്ത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ നട്ട്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി തിക്കാവും കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ വെച്ചേക്കാറ്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ ചൂട് മാറിയതിന് ശേഷം നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ 3 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ എടുത്ത് മാറ്റിയ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന കുൽഫി മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ ലെയർസിലൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ബാക്കിയിരിക്കുന്ന ഈ കുൽഫി മിക്സാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഇത് നല്ല തിക്കാണ്. അപ്പോൾ ഇത് തിക്കായിട്ടിരിക്കുന്ന ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് അപ്പം അതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചൂട് മാറിയ ഷുഗർ സിറപ്പ് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കറക്റ്റ് മധുരമാണുള്ളത്. അഥവാ നിങ്ങൾ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മളുടെ കേക്ക് വെറ്റ് ചെയ്യാനായിട്ടുള്ള സിറപ്പും റെഡിയാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ നട്ട്സ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കുൽഫി മിക്സ് ഉണ്ടല്ലോ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇങ്ങനെ ഒലിച്ച് സൈഡിൽ കൂടെ ഒന്നും ഇറങ്ങില്ല കേക്കിൻ്റെ. ഒരുപാട് അങ്ങ് ലൂസായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും. ഇതാകുമ്പോൾ നമുക്ക് നട്ട്സൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഫുള്ളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് കേക്കിൻ്റെ 5 ലെയറും വെച്ച് കൊടുക്കാം. 5 ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കേക്ക് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ നമ്മുടെ ചാനലിലെ മറ്റ് കേക്കുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതിയേ. കേക്ക് ഇത് നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ആഡ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. നോസിലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി അങ്ങ് എടുത്തിയാണ് ക്രീം. മൊത്തത്തിൽ കൊടുക്കുന്നില്ല, ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ബ്ലൂ കളർ കൊടുക്കുകയാണ്. അടിയിൽ ഇങ്ങനെ കുറച്ച് നീളത്തിൽ, അതിൻ്റെ മുകളിലോട്ടാകുമ്പോൾ നീളം കുറഞ്ഞ് അങ്ങനെ ഏറ്റവും മുകളിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് നീളത്തിലാണ് കൊടുക്കുക. കറക്റ്റായിട്ടുള്ള ഷേപ്പിലല്ല, അങ്ങനെ ഷേപ്പ് ഇല്ലാതെ ഒരു ഡിസൈൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് വെച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാർഡ് വെച്ചാകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇനി ഈ ബ്ലൂവിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് നമുക്കൊരു ഗോൾഡൻ ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് ഒരാവശ്യത്തിനുള്ളതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളമോ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളമാണ്. അപ്പം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. മിക്സ് ചെയ്യാനായിട്ട് എടുത്തത് നമ്മുടെ ഫോണ്ടൻ്റ് ഒക്കെ ചെയ്യണ ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത ബ്രഷ് വെച്ച് തന്നെ ഗോൾഡൻ ഡസ്റ്റ് ഇതാ ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്തങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരു ഗോൾഡൻ ലൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. റോസ് ഫ്ലവർ ചെയ്ത് കൊടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബേബി പിങ്ക് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 111 എന്ന് പറയുന്നൊരു നോസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വലിയ ഫ്ലവറല്ല ചെയ്യണത്, ചെറിയ ഫ്ലവറാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കിനകത്താണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് സ്റ്റിക്കിൽ ചെറിയ ഒരു 3-4 പെറ്റൽസ് മാത്രമേ വരയ്ക്കണുള്ളൂ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കേക്കിൻ്റെ മുകളിലായിട്ട് ചരിച്ചങ്ങ് വെച്ച് കൊടുക്കാം. ചരി ഇങ്ങനെ കിടക്കുന്ന പോലുള്ള ഒരു പൂവാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ കമ്പ് ബാക്കിലോട്ട് ഇങ്ങനെ അങ്ങ് ഊരിയെടുത്താൽ മതി. റോസിന് ലീഫൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു തണ്ട് ഇങ്ങനെ റോസിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് പൈപ്പിംഗ് ബാഗിൻ്റെ. പിന്നെ പൈപ്പിംഗ് ബാഗ് കുറച്ച് ലീഫിൻ്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ലീഫും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് അങ്ങനെ കട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ്. റോസ് ചെയ്ത സെയിം വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ സ്റ്റാർ നോസിലിട്ട് അടിയിലൊരു ബോർഡർ പോലെ ഒന്ന് കൊടുക്കുകയാണ്. ബ്ലൂ ചെയ്ത ഭാഗത്തായിട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് വിപ്പിംഗ് ക്രീം ഉള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ ബോർഡർ ചെയ്യണത്. കേക്കിൻ്റെ സൈഡിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം വരുന്ന ഭാഗത്ത് ഗോൾഡൻ ഫ്ലേക്സ് വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം എന്താ ഒരു ഗോൾഡൻ ഫ്ലേക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ സിസർ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണ്. മൊത്തം കൊടുക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അകലത്തിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഡിയർ സൺ എന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിയർ സൺ എഴുതിയത് നമ്മൾ ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പം നമ്മളുടെ ഈ കുൽഫി കേക്ക് എല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനാണിത്. അതേപോലെ തന്നെ കേക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ കേക്ക് ഞാൻ ചെയ്തത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് നല്ല കുൽഫിയും കേക്കും കൂടി ചേർത്തിട്ടുള്ളൊരു കേക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം നമുക്കിനി മോനെ വിളിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുൽഫി കേക്ക് എൻ്റെ മോൻ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. താങ്ക്സ്. ഓക്കെ ഓക്കെ, കട്ട് ചെയ്യും.
നല്ല തണുപ്പാണ്. പിന്നെ ഇടയ്ക്ക് ഏതാണ്ട് നട്ട്സും കടിക്കാനുണ്ട്. സൂപ്പർ. കുൽഫിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ വെയിറ്റ് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാൻ നേരത്തെ വിട്ടുപോയി. അപ്പോൾ 2.25 കിലോ ആണ് ഇത് കറക്റ്റായിട്ട്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ ഞാനിപ്പോൾ ചെയ്ത കറക്റ്റ് മെഷർമെൻറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2.25 കിലോ കേക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ അടിപൊളി. വെച്ചെന്നില്ലല്ലോ മോന്. നട്ട്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഒരുപാട് കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ ഇത്ര ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇട്ടാലും മതി. അപ്പം പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല അടിപൊളി. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.